ഇറാനിലെ കാര്യങ്ങൾ കൈവിട്ടുപോയ ഒരവസ്ഥയിൽ നിന്നും വീണ്ടും പഴയ കാലത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇറാനിലെ ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അർമാദ എന്ന് പറയുന്ന ഒരു യുദ്ധ കപ്പൽ വ്യൂഹം അമേരിക്ക ഇറാനിലോട്ട് അയച്ചിരിക്കുകയാണ്. എന്താണ് ഇറാനിൽ നിന്ന് കിട്ടുന്ന അവസാനത്തെ വാർത്തകൾ? മാസങ്ങളായിട്ട് ഇറാനെ തകർത്തെറിയും എന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ് മസിൽ പിടിച്ചു നിന്നത്. പക്ഷേ ഒരിക്കൽ അവിടെ കാർപ്പറ്റ് ബോംബിംഗ് നടന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ, B-2 ബോംബർ വിമാനങ്ങൾ അവിടെ കൂറ്റൻ ബോംബുകൾ, അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് വിക്ഷേപിച്ചത്. അമേരിക്കയ്ക്ക് മാത്രമേ ആ ബോംബുള്ളൂ. പക്ഷേ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും 60% അവിടെ ആണവ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുവെന്നാണ് ഇറാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ട്. കാരണം അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും ഇറാൻ്റെ ആ 4 ലെയറായിട്ടുള്ള സുരക്ഷയെ തകർത്തെറിയാൻ സാധിച്ചില്ല. പക്ഷേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അതിൻ്റെ പ്രധാന വാതിലിനൊക്കെ കേടുപാട് പറ്റിയെങ്കിലും ഭൂമിക്കടിയിലുള്ള ഇറാനിലെ പ്രധാനപ്പെട്ട 3-4 ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിൽ അതും 2000 കിലോമീറ്റർ വരെ പറന്നു ചെന്നാണ് ആക്രമിച്ചതെന്ന് ഓർക്കണം. അമേരിക്കയിൽ നിന്നും അവരുടെ ബേസിൽ നിന്നും വ്യോമത്താവളത്തിൽ നിന്നും ചെന്ന് ഒരു ഇറാൻ എന്ന രാജ്യത്തെ കടന്നാക്രമിക്കുകയായിരുന്നു. അതിനു മുമ്പാണ് ഖത്തറിൽ ഇത്തരം ആക്രമണത്തിന് അമേരിക്കയെ പ്രേരിപ്പിച്ചത്. ഖത്തറിലെ US-ൻ്റെ വ്യോമത്താവളത്തിൽ ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു. അപ്പോൾ ഖത്തറും ഭീതിയിലായി. ഈ ഒരു അവസ്ഥയിലാണ്. പക്ഷേ അമേരിക്കയുടെ നോട്ടം ഇറാനിലെ എണ്ണയടക്കമുള്ള ധാതുക്കളാണ്. ഇറാനിലെ വ്യവസായ അവിടുത്തെ വിഭവങ്ങളാണ്. അവിടുത്തെ ഇറാൻ്റെ തനതായ കുറേ വിഭവങ്ങളുണ്ട്, എണ്ണയടക്കം. അപ്പോൾ ഇതെല്ലാം ലോകത്ത് എവിടെ മനുഷ്യത്വത്തിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും എണ്ണയുള്ള രാജ്യത്തുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ മാത്രമേ അമേരിക്കയ്ക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നൊരു പ്രത്യേകത. അല്ല, ഇവിടെ ഇറാൻ നട്ടിൽ വിളച്ചില്ല. പക്ഷെ പാകിസ്ഥാനിലോട്ട് ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ തന്നെ പാകിസ്ഥാൻ നട്ടിൽ വിളച്ചു. പാകിസ്ഥാനിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കാനുള്ള വൻ പദ്ധതിക്കാണ് അന്ന് മാസങ്ങൾക്ക് മുമ്പ് ട്രംപും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ ഏർപ്പെട്ടു. അപ്പം ട്രംപ് അന്ന് വിളിച്ച വെല്ലുവിളി, ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങേണ്ടി വരും, ഞങ്ങൾ വാങ്ങിപ്പിച്ച് കൊടുക്കും എന്നൊരു വെല്ലുവിളി. ഇന്ത്യ തിരിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് തന്നെ ആ എണ്ണയുടെ ആവശ്യമില്ല, പാകിസ്ഥാനിലെ ആ പൊട്ട എണ്ണയുടെ ആവശ്യം ഇന്ത്യക്കില്ലെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് പക്ഷേ ഒടുവിലാണ് മനസ്സിലായത്, വെനിസ്വേലയിലെ മഡൂരോയെ ചെന്ന് അമേരിക്കൻ കമാൻഡോസ് എന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടതിൻ്റെ പിന്നെന്താണ്, വെനിസ്വേലയിലെ എണ്ണ കച്ചവടം തന്നെയാണ്. അവിടുന്ന് അമേരിക്കയ്ക്ക് റഷ്യ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണയുടെ സാമ്രാജ്യം, എണ്ണ ഉൽപ്പാദക കേന്ദ്രങ്ങളുടെ സാമ്രാജ്യം, അത് ഏത് രാജ്യത്തായാലും അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെനിസ്വേലയിൽ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമാണ് വെനിസ്വേലയിലുള്ളത്. പക്ഷേ ആ എണ്ണ ഹാർഡൻഡ് ഓയിലാണ്, കട്ടി കൂടിയ എണ്ണയാണ്. അതിനകത്ത് ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലാണ്. ട്രംപ് പറഞ്ഞത് വേറൊരു രീതിയിൽ കണക്കായിരിക്കാം. കാര്യം ആ എണ്ണ ശുദ്ധീകരിക്കാനുള്ള സാങ്കേതിക വിദ്യയും മെഷീനറിയും ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ അത് ശുദ്ധീകരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ചിലപ്പോൾ ഈ വെനിസ്വേലൻ എണ്ണ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത് നമ്മളത് റിഫൈൻ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ അത് വിൽക്കേണ്ടി വരുന്ന അവസരം ഒന്നും വരാം. അതെ പക്ഷേ അവർ പുറത്ത് പറഞ്ഞില്ല. പക്ഷേ ട്രംപിന്റെ ആദ്യത്തെ ലക്ഷ്യം എണ്ണ അവിടെ നിന്ന് എടുക്കാന്നുള്ളത്. ഇപ്പം തീരുമാനിച്ചു കഴിഞ്ഞു. അവിടുത്തെ സർക്കാരിനെ മരവിപ്പിച്ചു. മഡൂറോയെ അറസ്റ്റ് ചെയ്ത് US-ലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തെയും ഭാര്യയും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരാഴ്ചത്തെ ലോകരാജ്യങ്ങളുടെ ജനാധിപത്യ മുറവിളിയായിരുന്നു. പിന്നെ അതെല്ലാം അങ്ങ് കാറ്റിലങ്ങ് അലിഞ്ഞു പോയതുവരെയായി. പക്ഷേ വെനിസ്വേലയിൽ നടന്നത് ജനാധിപത്യ ധ്വംസനം തന്നെയാണ്. അവിടുത്തെ അടുത്ത പ്രധാനമന്ത്രി, അടുത്ത ഭരണകൂടം പറഞ്ഞിരിക്കുന്ന ഏത് വിധേനയും അമേരിക്ക ചെറുക്കുമെന്നാണ്. പക്ഷെ അതെങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. കാരണം അമേരിക്കൻ സേന അവിടെ ക്യാമ്പ് ചെയ്തിട്ടിരിക്കുക. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ ഇപ്പോൾ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല. എങ്കിലും ഈ ഒരു എണ്ണ ആണ് ഇറാനിൽ ഏറ്റവും പുതുതായിട്ട് വെനിസ്വേലയിൽ നിന്ന് വന്നത്. വെനിസ്വേലയിൽ അമേരിക്ക ഉപയോഗിച്ചത് ഒരു മിറക്കിൾ വെപ്പണാണ്. പെട്ടെന്ന് ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, സൈക്കോളജിക്കലായിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന, രക്തം ഛർദ്ദിക്കുന്ന രീതിയിലുണ്ടാകുന്ന ഒരു പ്രത്യേക എക്യുപ്മെൻ്റാണ്, പ്രത്യേക ആയുധമാണ് അവിടെ ഉപയോഗിച്ചതെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ കെമിക്കൽ അല്ല, അതൊരു സോണിക് വെപ്പണാണ്. സൗണ്ട് വേവ്സ് കൊടുത്തിട്ട് ആ സൗണ്ട് വേവ്സ് കൊണ്ട് ആൾക്കാരുടെ സാമാന്യ നിലയെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലുള്ള സോണിക് വെപ്പണാണ്.
ഇന്ത്യയിലും അത്തരം സോണിക് വെപ്പൺസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ അത് യുദ്ധാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിട്ടില്ല. മറ്റ് രാജ്യങ്ങളൊന്നും യുദ്ധാടിസ്ഥാനത്തിൽ സോണിക് വെപ്പൺസ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം അങ്ങനെ പറഞ്ഞ മനുഷ്യന്റെ ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ മനസ്സിനെ, അവന്റെ മാനസിക നിലയെ താറുമാറാക്കുന്നതൊക്കെ മനുഷ്യാവകാശ അവകാശ ലംഘനമാണെന്നും അത് അന്താരാഷ്ട്ര കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഓർമ്മിക്കുകയാണെങ്കിൽ ഇതേ ഒരു പണി നേരത്തെ അമേരിക്കയിൽ കിട്ടിയായിരുന്നു. ക്യൂബയിലുണ്ടായിരുന്ന അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ ചെവിയിലും മൂളലും തലയ്ക്ക് പ്രോബ്ലമൊക്കെ ആയിട്ട് മുമ്പ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. കാര്യം ഈ വെപ്പൺസ് ചിലപ്പോൾ വന്നേക്കുന്ന ചിലപ്പോൾ ക്യൂബയിൽ നിന്നായിരിക്കാനും സാധ്യതയുണ്ട്. ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറാനിൽ പണ്ട് മുല്ലപ്പൂ വിപ്ലവം നടന്നതാണ്. അപ്പോൾ പോലും അന്ന് ട്രംപ് പറഞ്ഞു, ഞാൻ അന്ന് US പ്രസിഡന്റ് ആയിരുന്നില്ല, എങ്കിൽ ഞാൻ അന്ന് ഇത് അടിച്ചൊതുക്കിയെന്ന് പറയുന്നു. പക്ഷേ അയത്തുള്ള ഖൊമേനി എന്ന പരമോന്നത നേതാവ്, അദ്ദേഹത്തിൻ്റെ പറയുന്നത് തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവെന്നാണ്. അയത്തുള്ള ഖൊമേനി വളരെ ശക്തമായി വിരിമാറുമായിട്ടാണ് ട്രംപിനെ നേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 4000 പേരെ തൂക്കിക്കൊന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഇറാനിൽ നടക്കുന്നത്. അവിടെ വിപ്ലവം നടത്തിയ ജനങ്ങളെ, പ്രക്ഷോഭകാരികളെ മറ്റ് ജൻസി വിപ്ലവം പോലെയൊന്നുമല്ല, ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലോ നേപ്പാളിലോ നടന്ന പോലുള്ള വിപ്ലവമൊന്നുമല്ല. ഇതേ വിപ്ലവം, അതെ, ഇതേ വിപ്ലവം ഇറാനിൽ ആവർത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ എല്ലാത്തിൻ്റെയും മാസ്റ്റർ മൈൻഡും ഫോർമുലയൊക്കെ അമേരിക്ക തന്നെയാണ്. നേപ്പാളിൽ നടന്നതും ശ്രീലങ്കയിൽ നടന്നതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് അത് അമേരിക്ക തന്നെയാണ്. അത് ഇന്ത്യൻ ന്യൂഡൽഹിക്ക് വ്യക്തമായ വിവരങ്ങൾ അതിനെക്കുറിച്ച് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈയൊരു ജനകീയ പ്രക്ഷോഭം പക്ഷേ ഇറാൻ അടിച്ചമർത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവം. കാരണം അവിടെ 100 പേരുണ്ടെങ്കിൽ 1-2 പേര് മാത്രമേ ഉള്ളൂ വിപ്ലവകാരികൾ. നമ്മുടെ പണ്ടത്തെ കേരളത്തിലെ നക്സലൈറ്റുകളെ പോലെ അതിനെ അടിച്ചമർത്തിയതുപോലെ ഇപ്പോൾ ഇറാനിലെ വിപ്ലവകാരികളെയും ഏതാണ്ടൊക്കെ അടിച്ചമർത്തിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഇനി അടുത്ത് എന്ത് ചെയ്യും? കാരണം അമേരിക്കയുടെ ആർമാഡ എന്ന ഏറ്റവും വിമാനവാഹിനി കപ്പൽ, അതിൻ്റെ ഒരു വ്യൂഹം, ഒപ്പം ഫ്രിഗേറ്റുകൾ, ഇതെല്ലാം നേരെ ഒരു US ഷിപ്പ്, ഒരു ജോർജ് വാഷിംഗ്ടൺ അടക്കം അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഒരു മിസൈൽ പോലും വിക്ഷേപിച്ചാൽ ഇറാൻ കനത്ത തോതിൽ തിരിച്ചടിക്കും. കാരണം ഇറാൻ്റെ ആയുധശേഷി എത്രയുണ്ടെന്ന് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് വ്യക്തമായി അറിയില്ല. ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക പണ്ട് കൊടുത്ത F-14 ബോംബറുകളാണ്, F-14 ഫൈറ്റേഴ്സാണ് അവരുടെ ഇപ്പോഴും ടോം കാറ്റ് എന്നാണ് അതിൻ്റെ അറിയപ്പെടുന്ന പേര്. അത് തന്നെയാണ് ഇപ്പോഴും അവരുടെ കയ്യിലുള്ള ഏറ്റവും ലെത്തലായിട്ടുള്ള വെപ്പൺ എന്നുള്ളതാണ് അതിൻ്റെ ഒരു തമാശ. അതിനുശേഷമാണ് അമേരിക്ക F-35 അവർക്ക് തന്നെ ഏത് രാജ്യത്തിന് F-35 വിറ്റാലും അത് അമേരിക്കയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ സ്ലോ ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഇതെല്ലാം അവർ മോഡിഫൈ ചെയ്തു. അതെ, ഇറാൻ ഈ 50 വർഷത്തിനിടയ്ക്ക് ഇതെല്ലാം മോഡിഫൈ ചെയ്തു. അവർ ചൈനയുടെ മറ്റൊരു കോപ്പി ചൈന ചെയ്യുന്നത് പോലെയാണ് മറ്റൊരു കോപ്പി കയറ്റ. അപ്പോൾ ടെക്നോളജി ചിലപ്പോൾ കൂട്ടും, പക്ഷേ ആരും അറിയത്തില്ല. അവരാർക്കും ആയുധങ്ങൾ വിൽക്കുന്നുമില്ല. നമ്മുടെ അറിവിൽ പരസ്യമായിട്ട് ഇറാൻ ആർക്കും ആയുധം വിൽക്കുന്നില്ല. പക്ഷേ അവരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. എല്ലാ ഒരു ഘട്ടം വന്നാൽ GCC രാജ്യങ്ങൾ മൊത്തം വേണമെങ്കിൽ ഖത്തർ അടക്കം ഇറാൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യും. കാരണം ഖത്തർ വിട്ടു നിന്നാലും മറ്റ് GCC രാജ്യങ്ങൾ, സൗദി, UAE അടക്കമുള്ള രാജ്യങ്ങൾ വേണമെങ്കിൽ അവിടെ അമേരിക്കയുടെ ഒരു മേൽക്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ഇറാൻ ഏറ്റവും വലിയ ഷിയ രാജ്യമാണ്. മറ്റ് രാജ്യങ്ങൾ മിക്കവാറും എല്ലാവരും സുന്നി രാജ്യങ്ങളാണ്. അപ്പോൾ ഷിയ സുന്നികൾ തമ്മിലുള്ള ഒരു വേർതിരിവുണ്ടെന്ന് കാണിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു അടവും ട്രംപ് ഇതിൻ്റെ കൂടെ ചെയ്യുന്നു. അല്ല, ട്രംപ് ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ട്രംപിന് അതൊരു കുട്ടിക്കളി പോലെയാണ്. ഈ കുട്ടികൾ പ്ലേ സ്കൂളിൽ കളിക്കുന്ന പോലെയാണ് ട്രംപ് പലയിടത്തും നടത്തിയ ആക്രമണം. അതാണല്ലോ ഇറാനിലെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് പ്രയോഗിച്ചതും. അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ ലിസ്റ്റ് തരുന്നുണ്ട്. അടുത്ത് കൊളംബിയ, ക്യൂബ, പിന്നെ മെക്സിക്കോ, കാനഡ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ട്രംപ് പുറത്തു കൊടുത്തു. കാരണം കാനഡ ട്രംപ് വിളിച്ചതാണ്. വന്ന് US-ലെ 51ാമത്തെ സ്റ്റേറ്റ് ആകാനായിട്ട് കാനഡ ക്ഷണിച്ചതാണ്. പക്ഷെ കാനഡ പോയില്ല. അവർക്കറിയാം ഇതൊരു ചതി ട്രംപിന്റെ ട്രംപിന്റെ ട്രാപ്പ്. പക്ഷെ ആ സമയത്ത് അല്പം സീരിയസ് ആയിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്നൊക്കെ. അതിനുശേഷമാണ് കാനഡയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു തർക്കം രൂക്ഷമാകുന്നത്. ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതാണ് പറഞ്ഞാൽ ട്രംപ് തന്റെ ഐക്യനാടുകൾ ലോക പോലീസ് ഉള്ളതിൽ നിന്നും ലോക റൗഡി എന്നുള്ള ഒരു പദവിയിലോട്ട് ട്രംപ് അമേരിക്കയെ പിടിച്ചുയർത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്.